നമസ്കാരം. ഇന്ത്യൻ അന്തർവാഹിനികളിൽ വൻ അഴിച്ചുപണിക്കായി സുപ്രധാന നീക്കങ്ങൾ നടക്കുകയാണ്. നിരവധി പദ്ധതികൾ കോർത്തിണക്കി ഉജ്ജ്വലമായ ചുവടുകളാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ അന്തർവാഹിനി ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ തദ്ദേശീയ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം സജ്ജമാക്കി എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ ഏറ്റവും പുതിയ അന്തർവാഹിനികളെ സജ്ജമാക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിച്ച ആദ്യത്തെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയായ INS കൽവാരിയിൽ AIP സംവിധാനം പുനഃക്രമീകരിക്കും. AIP സിസ്റ്റം പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റത്തെ മാറ്റി സ്ഥാപിക്കും. ഇത് അന്തർവാഹിനിയെ കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ തുടരാനും സഹായിക്കും. DRDO വികസിപ്പിച്ചെടുത്ത AIP സംവിധാനം ഒരു ഇന്ധന സെൽ അധിഷ്ഠിത സംവിധാനമാണ്. ഇത് പരമ്പരാഗത അന്തർവാഹിനികളുടെ സഹിഷ്ണുത 2 ആഴ്ചത്തേക്ക് നീട്ടുന്നു. ഇത് അന്തർവാഹിനികളുടെ വെള്ളത്തിനടിയിലുള്ള സഹിഷ്ണുതയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. INS കൽവാരിയിലെ തദ്ദേശീയമായ AIP സംവിധാനത്തിന്റെ സംയോജനം ഇന്ത്യയുടെ നാവികശേഷിയെ ശക്തിപ്പെടുത്തുകയും പ്രതിരോധ നവീകരണത്തിൽ സ്വയം പര്യാപ്തതയുടെ ഒരു പുതിയ യുഗത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യും എന്നത് ഉറപ്പാണ്. ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന 3 സ്കോർപിയൻ അന്തർവാഹിനികളിൽ AIP സംവിധാനം സ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷ. DRDOയും ലാസനാൻ ടർബോയും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പ്രൊജക്ട് 75ന്റെ ഭാഗമാണ് ഈ സംരംഭം. DRDOയുടെ നേവൽ മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത ഫ്യൂൽ സെൽ അധിഷ്ഠിത AIP സംവിധാനമാണ് ഈ മെച്ചപ്പെടുത്തലിന് നേതൃത്വം നൽകുന്ന പ്രധാന സാങ്കേതിക വിദ്യ. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി കപ്പലിൽ തദ്ദേശീയമായ AIP സംവിധാനത്തിന്റെ സംയോജനം ദേശീയ സുരക്ഷയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് അന്തർവാഹിനികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും അവയുടെ സഹിഷ്ണുത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നാവിക പ്രവർത്തനങ്ങൾക്ക് അവയെ കൂടുതൽ ശക്തമായ ാക്കി മാറ്റാൻ സാധിക്കും. മൊത്തത്തിൽ AIP പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളുടെ വിശകലനവും വികസനവും അവലംബവും ഒരു ആഗോള നിലവാരമായി മാറിയിരിക്കുന്നു. അന്തർവാഹിനികളുടെ ശേഷി വർദ്ധിപ്പിക്കുകയും അവയുടെ സഹിഷ്ണുത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് സേനയെ വലിയ രീതിയിൽ സഹായിക്കും. ഇന്ത്യയുടെ തദ്ദേശീയമായ AIP സാങ്കേതിക വിദ്യ ആഗോളതലത്തിൽ AIP കഴിവുകളിലെ ദ്രുതഗതിയിലുള്ള പുരോഗതിയുടെ തെളിവ് തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ AIP? അതിലേക്ക് വരികയാണെങ്കിൽ, അന്തർവാഹിനികളുടെ ആവിർഭാവത്തോടെ വെള്ളത്തിനടിയിലുള്ള പ്രൊപ്പൽഷന്റെ തൃപ്തികരമായ രൂപങ്ങൾ കണ്ടെത്തുന്നതിൽ ഒരു പ്രശ്നമുണ്ടായി. പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് അവയുടെ ബാറ്ററികൾ ചാർജ് ചെയ്യാനും വെള്ളത്തിനടിയിൽ കുറച്ചു ദിവസങ്ങൾ മാത്രം സഹിഷ്ണുത ലഭിക്കാനും ഇടയ്ക്കിടെ ഉപരിതലം ആവശ്യമാണ്. ബാറ്ററി സാങ്കേതികവിദ്യ മെച്ചപ്പെട്ടതോടെ ഈ അന്തർവാഹിനികളുടെ സഹിഷ്ണുത ആനുപാതികമായി വർദ്ധിച്ചു. പക്ഷേ ഒരാഴ്ചയ്ക്കപ്പുറം അവ നിലനിർത്താൻ പര്യാപ്തമായിരുന്നില്ല. അങ്ങനെ AIPയുടെ ആമുഖം ഈ അന്തർവാഹിനികളുടെ വെള്ളത്തിനടിയിലുള്ള സഹിഷ്ണുതയെ വളരെയധികം മെച്ചപ്പെടുത്തുകയും അവയ്ക്ക് പ്രത്യേക നേട്ടം നൽകുകയും ചെയ്തു. AIP സിസ്റ്റത്തിന്റെ പ്രയോജനങ്ങൾ എന്താണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, ഇത് അന്തർവാഹിനികളെ മണിക്കൂറുകളോളം വെള്ളത്തിൽ തങ്ങാൻ അനുവദിക്കുന്നു. AIPയുടെ തരങ്ങൾ നോക്കുകയാണെങ്കിൽ, ഓപ്പൺ സൈക്കിൾ സിസ്റ്റങ്ങൾ, ക്ലോസ്ഡ് സൈക്കിൾ ഡീസൽ എഞ്ചിനുകൾ, ക്ലോസ്ഡ് സൈക്കിൾ സ്റ്റീം ടർബൈനുകൾ, സ്റ്റെർലിംഗ് സൈക്കിൾ എഞ്ചിനുകൾ, ഇന്ധന സെല്ലുകൾ ഇവയൊക്കെ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഇന്ത്യക്ക് മികച്ച പരിഷ്കാരങ്ങളിലൂടെ മെച്ചപ്പെട്ട വികസനം ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് മെച്ചപ്പെട്ട രീതികൾ അവലംബിച്ചുകൊണ്ട് കൃത്യമായ നീക്കങ്ങൾ നടത്തുക തന്നെ ചെയ്യും.